ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് സതീഷ് മരോട്ടിച്ചാല്. ഇന്ന് ഞങ്ങളൊരു യാത്ര പോയി തിരിച്ചു വരുന്ന വഴി ചാലക്കുടി എത്തിയപ്പോഴാണ് എന്തെങ്കിലും കഴിക്കണ്ടേ രാവിലെ എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ യൂട്യൂബിൽ വൈഫ് വെറുതെ തിരഞ്ഞു നോക്കിയപ്പോൾ രാമശ്ശേരി ഡൽഹി എന്ന് കണ്ടു. എവിടെയാണ് രാമശ്ശേരി എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ചെറിയ ഒരറിവ് പാലക്കാടാണെന്നാണ്. പാലക്കാട് ജില്ലയിലെ പൊള്ളാച്ചിക്ക് പോകുന്ന റൂട്ടിൽ, പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് ഈ രാമശ്ശേരി. ഞങ്ങളവിടെ സരസ്വതി ടീ സ്റ്റാൾ എന്ന് പറഞ്ഞൊരു കട അന്വേഷിച്ച് കണ്ടെത്തി. അതിലേക്ക് ആ ഭക്ഷണം കഴിക്കാൻ പോകുന്ന അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. പറയാതെ വയ്യാട്ടോ, വളരെ നല്ല സോഫ്റ്റായിട്ടുള്ള രസകരമായ ഇഡലിയാണത്. കേരളത്തിലെ പേര് കേട്ട പലരും അവിടെ വന്ന് ഈ ഇഡലി കഴിച്ച് അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളും രാവിലെ തന്നെ ചാലക്കുടിയിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് 7 മണിക്കാണ്. 9:30 ഞങ്ങൾ ഈ സരസ്വതി ടീ സ്റ്റാളിലെത്തി. അവിടുത്തെ ഇഡലി കഴിച്ചു. വളരെ നന്നായിട്ടുണ്ട്. കുറച്ച് വീട്ടിലേക്ക് പാക്ക് ചെയ്യുകയും ചെയ്തു. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പോകാം രാമശ്ശേരിയിലേക്ക്. ആവശ്യത്തിനിടാം അല്ലേ? കുറച്ച് വീതം ആവശ്യത്തിന് എടുത്തോളൂ കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറാണല്ലേ? അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം? സൂപ്പറായിരുന്നു. എത്ര ഇഡ്ഡലി എത്രയൊക്കെയാണ് സാർ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ മൊത്തം 24 ഇഡലി പാഴ്സല്. എങ്ങനെയൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത്? ഒരു 10, ഒരു 8, ഒരു 6. വർഷത്തിലധികം പഴക്കമുള്ള ഈ സ്ഥാപനം ഇപ്പോൾ നടത്തുന്നത് ഇദ്ദേഹമാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. സിനിമാക്കാരൊക്കെ നിറയെ ഞാൻ കണ്ടിരുന്നു. ഇത് നമ്മുടെ അല്ലേ കട? ബ്രദറിൻ്റെ കടയാണ്. ആണ് ഫോട്ടോ. ശരി. ഇതിപ്പോൾ ഇവിടെ നിങ്ങൾ കുടുംബപരമായിട്ട് ആദ്യം തൊട്ടേ തന്നെ ഉള്ളതാണ്? ഇത് വളരെ കാലമായിട്ട്, ഇത് നമ്മുടെ 150 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു കടയാണ്. ഞങ്ങളുടെ മുത്തശ്ശിമാര് ഇവിടെ തന്നെയായിരുന്നു. ഇത്രയും സ്വാദിഷ്ടമായ രാമശ്ശേരി ഇഡലി നമുക്ക് മുന്നിൽ എത്തിച്ചു തരുന്ന ഇതിൻ്റെ പാചകക്കാരെയും അടുക്കളയും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഉച്ചക്ക് വളരെ എന്നിട്ട് പോയിട്ടുള്ളൂ. അത് നേരത്തെ TV ഇതാണ് നമ്മുടെ പാലക്കാടുള്ള ഏറ്റവും പേര് കേട്ട രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നതിൽ നമ്മളത് പാലക്കാട് കുടുംബപരമായിട്ടൊരു കട നടത്തുന്നവരാണ് കേട്ടോ. അത് ശരിക്ക് സരസ്വതി ടീ സ്റ്റാൾ എന്നാണ് ഈ കടയുടെ പേര്. ഇവർ ഒരു 100-150 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ഇവിടെയുള്ളത് മുഴുവൻ ഇവരുടെ ബന്ധുക്കളും അവരൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഇഡലി ഉണ്ടാക്കുന്നതിലേക്ക് കാണിച്ചു തരാം. നമ്മുടെ തുണി കെട്ടിയ ഒരു ഇതിൽ വേറൊരു തുണി നനച്ചിട്ടിട്ട് അതിലേക്ക് മാവ് കോരി ഒഴിക്കുകയാണ്. അത്രയും സമയമൊന്നും ഒഴിക്കില്ല. ഞങ്ങള് കൊറേ തിരക്ക് കഴിഞ്ഞാൽ നിർത്തി വെക്കും. അല്ലെ, നമ്മളിപ്പോ 9 മണിക്ക് കഴിയുന്ന വെച്ചിട്ടാണ് പെട്ടെന്ന് തിരക്കിട്ടോടി. ഞങ്ങളവിടെ നിന്ന് ഏകദേശം ഒരു 8 മണിക്ക് പോകുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയില്ലല്ലോ മറ്റുള്ളതൊക്കെ. കാലത്ത് 5 മണിക്ക് 5:30 തുടങ്ങും. ഇങ്ങോട്ടുള്ള വഴിയാണ് ഇത്തിരി കഷ്ടം എന്നുകൊണ്ട്, വീതി കുറവാണ്. ഞാൻ ഒരു 2-3 ഒരേ സമയം വെക്കാം അല്ലേ? 3 ഒരേ സമയത്ത് വെക്കാം. തടവൊന്നും വേണ്ട. തുണി നനച്ചു കൊടുക്കും. തുണി നനയ്ക്കില്ല. ആദ്യം ഫസ്റ്റ് നനയ്ക്കും, പിന്നെ നനയ്ക്കില്ല.
ആ അതെ ഇഡലി ഉണ്ടാക്കാൻ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാ ഇഡ്ഡലി ഇതിന്റെ റെസിപ്പി ഒന്നും ചോദിക്കരുത്, ഒന്നും പറഞ്ഞില്ല, കണ്ടാ മതി. ഇതാ ഇഡലി ഉണ്ടാക്കുന്നത് പഠിക്കാൻ വേണ്ടി 2 വീട്ടമ്മമാരും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും മനസ്സിലാവണില്ല അവിടെ കാര്യങ്ങൾ. ഇവിടെ 6-8 അടുപ്പോളുണ്ട്, ഒരേ സമയത്തുണ്ട്. അത് കാരണം 10-24 ഇഡലിയൊക്കെ ഒരേ സമയത്ത് തന്നെ അവർക്ക് ഉണ്ടാക്കിയിടാനായിട്ട് പറ്റും. ഇതാണ് ഇഡലി. ദോശയല്ല, ഇഡലിയല്ല, പക്ഷെ വളരെ മാർദ്ദമുള്ള ഇതാണ് കേട്ടോ. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന 1 കിലോ ഇഡലിയുടെ അരിക്ക് 1 കിലോ പച്ചരി, പിന്നെ ഉഴുന്ന് 1/2 കിലോ അങ്ങനെയാണ് ചേർക്കുക. ഇവരുടെ കൂട്ടം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും സ്വാദിഷ്ടമാണ്. ഞാൻ പറയണ്ടല്ലോ, ഒരുപാട് ചാനലിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ വന്ന് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു അഭിപ്രായം പറയാനായിട്ട്, കാരണം സൂപ്പർ തന്നെ. അത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്നവരാണ് ഇവരൊക്കെ. ഈ കടയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ എന്താ പേരെന്താ? ഭാഗ്യലക്ഷ്മി അല്ലേ? ഭാഗ്യലക്ഷ്മിയാണ്. അവരാണിത് നോക്കി നടത്തുന്നത്. കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു എല്ലാവരും അല്ലേ? താമസമൊക്കെ ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ അല്ലേ? രാവിലെ എപ്പോൾ തുറക്കും കട? 5 മണി, വൈകിട്ട് 8 മണി വരെ. ശരി. ഈ നമുക്ക് മെയിനായിട്ട് ഉച്ചയ്ക്ക് ഊണ് അങ്ങനെ ഒന്നുമില്ല. ഈ ഇഡലി അതിനുണ്ട്. അത് എത്ര മണി വരെ ഇപ്പോൾ കാലത്തുണ്ടായിരിക്കും? പിന്നെ അടയ്ക്കും കുറച്ച് നേരത്തേക്ക്. ആ അത് ശരി. ശനി ഞായറും ഇവിടെ നല്ല തിരക്കാണ്. കാരണം പൊതുവെ മുടക്കായ കാരണം മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വരുന്നവർ വരെ ഈ കടയുടെ പേര് സരസ്വതി ടീ സ്റ്റാൾ എന്നാണ്. ഇത് രാമശ്ശേരി വഴി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. ഹൈവേന്ന് റൈറ്റ് തിരിഞ്ഞ് ഒരു 5 കിലോമീറ്ററോളം കഷ്ടി വരണം. 5 ഇല്ല, ഒരു 3 കിലോമീറ്ററോളം വന്നാൽ നമുക്ക് രാമശ്ശേരിയായി. കടയിൽ വരുമ്പോൾ ഇപ്പോൾ ഇട ദിവസങ്ങളിൽ നമുക്ക് വലിയ തിരക്കൊന്നും കാണില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. ഇവരുടെ ഈ വിഭവങ്ങൾ അത് ആസ്വദിക്കുക തന്നെ വേണം. കാരണം ഞാനും പറഞ്ഞു കേട്ടാണ് വന്നത്. ഒന്നും എടുക്കാനല്ല ഞാൻ വന്നത്, വെറുതെ കഴിച്ചു പോകുക. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ വീണ്ടും എടുത്തു പോയതാണ്. ഇതിപ്പോൾ തിരക്കില്ലാത്ത കാരണം ഒഴിവാക്കിയിട്ടിരിക്കുന്ന അടുപ്പുകളാണ് കേട്ടോ. ഇതിൽ ഇപ്പോൾ ഗ്യാസിലാണ് ഇത് കത്തിക്കുന്നത്. ആദ്യമല്ല ഇവർ വിറകും ചിരട്ട വിറകൊക്കെ വെച്ചിട്ട് കത്തിക്കുന്ന അടുപ്പുകളായിരുന്നു. എൻ്റെ പാത്രങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ സൗകര്യം നോക്കിയിട്ട് അവർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അലുമിനിയ കലാണ് അടിയിൽ വെക്കുന്നത്. അതിൻ്റെ മുകളിലാണ് മൺപാത്രങ്ങളിൽ തുണി നെയ്തുണ്ടാക്കിയിട്ട് അതിൽ തുണി വിരിച്ച് അതിൽ രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.